8 ദിവസമായി അവിടെ ഇരിക്കുന്നു. ഞാൻ ഒരു തവണ വന്നു പോയി അന്ന് ഇവിടുത്തെ അവസ്ഥകളെല്ലാം കണ്ടിട്ട് ഞാൻ അന്ന് തന്നെ പിന്നെ പള്ളി കമ്മിറ്റിയിൽ വിളിച്ചു, പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതാ. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കിപ്പോ ഇവരെ കയറ്റി കൊടുക്കാന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. പക്ഷെ അവരതിന് വില്ലിങ് ആവുന്നില്ല. കാരണം അവരെ ആളുകളെ വലിയ വേറെന്തെങ്കിലും കട്ടെന്ന് പറഞ്ഞുള്ള കേസ് വരുമെന്നുള്ള ഭയമാണ് അവർക്കുള്ളത്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒരു പെൺകുട്ടിന്റെ കരച്ചിലാണ് നമ്മളിവിടെ കാണുന്നത്. എന്ത് സങ്കടമാണിത്. മുത്തലാക്ക് നിർത്തി ശരിയായി, പക്ഷെ അതിന് പകരം മൂന്ന് മാസം കൊണ്ട് 3 തലാക്ക് എഴുതാനുള്ള ഒരു നിയമം ഇവിടെ ഉണ്ട്. ആ കോടതി മുഖേന വേണം വിവാഹമോചനം നടക്കാൻ. ഇത് തോന്നിയ പോലെ തോന്നിയാസായിട്ട് ഇങ്ങനെ ഓരോ കടലാസിൽ എഴുതി, ആ കടലാസിൽ തന്നെ ശരിക്ക് ഒരു മാനദണ്ഡം പാലിച്ചിട്ടില്ല. കാരണം ഒരു കാരണം പോലും ഈ പെൺകുട്ടിക്കെതിരെയുള്ള ഒരു കാരണം പോലും അവര് കൊടുത്തിട്ടില്ല. നിയമവിരുദ്ധമാണ്. അത് കോടതി അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കാനുള്ള ഒരു ഇത് കൊടുത്തത്, ഓർഡർ കൊടുത്തത്. അത് ഗവൺമെന്റ് അല്ല, അത് കോടതി അംഗീകരിച്ചിട്ടില്ല. കാരണം ഒരു കാരണം കാണണ്ടേ. ഒരാളെ എല്ലാ യൗവനവും സൗന്ദര്യവും സമ്പത്തും ഒക്കെ അപഹരിച്ചെടുത്തിട്ട് ഒരു ദിവസം ഒരു കടലാസിൽ എഴുതിയിട്ട് ഇന്ന് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? ഇതാണോ വിവാഹ ജീവിതം? വളരെ പല സ്വപ്നങ്ങളോടുകൂടിയല്ലേ കടന്നു വരാ. ഒരു കുഞ്ഞുണ്ട്, എന്നിട്ട് അയാൾക്ക് വേറെ പെണ്ണും കൊട്ടി സുഖമായിട്ട് ജീവിക്കാം. ഈ പെണ്ണിനെ ഈ തെരുവിലെറിയാം അല്ലേ? അവിടെ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എത്ര വർഷങ്ങൾ യൗവനത്തിന്റെ ഒരു ഭാഗം അങ്ങനെ നഷ്ടപ്പെട്ടു പോകല്ലേ. ഇയാൾക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഞാനും വിളിച്ചിട്ട് എടുത്തിട്ടില്ല. ഞാൻ വിളിച്ചിരുന്ന അവര് നമ്പർ തന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പള്ളി കമ്മിറ്റിയിൽ ഞാൻ വിളിച്ചു. ഈ മഹല്ല് കമ്മിറ്റികൾ മറുപടി പറയട്ടെ. ഇങ്ങനെയാണോ ഇസ്ലാമിൽ പറഞ്ഞത്? സ്ത്രീകളെ ഇങ്ങനെ തെരുവിലിറക്കാനാണോ പറഞ്ഞത്? മഹല്ല് കമ്മിറ്റികൾ പറയട്ടെ മറുപടി. എന്താണിത്? വെള്ളരിക്കപ്പെട്ടണോ? കുറച്ചുനാൾ കൂടെ ജീവിക്കുക, എല്ലാം അപഹരിക്കുക, എന്നിട്ട് ഒരു കടലാസിൽ ഇത് എഴുതി അങ്ങോട്ട് അയക്കുക. അതൊന്നും ഇനി നടക്കുന്ന കാര്യമല്ല. ഇനി ഇത് തീർക്കാതെ അവരെ അവകാശപ്പെട്ട അവർ 2 ഡിമാൻഡ്സ് അയച്ചത്. ഒന്നുകിൽ അവരെടുത്ത സാധനങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ അവളെ ഭാര്യയെ സ്വീകരിക്കണം. ഇത് രണ്ടിലൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ആളുകളെ കൊണ്ടുവന്നിട്ട് അടിച്ച് പൊളിച്ചിട്ട് ഇവിടെ കയറ്റിയിരുത്തും. ഉറപ്പാ. കാരണം ഒരു പെൺകുട്ടിന്റെ കണ്ണീരാണ് കാണുന്നത്. നിങ്ങൾ കാണുന്നില്ലേ? ഒരു ചെറുപ്പക്കാരിയല്ലേ. ഞാൻ അന്ന് കണ്ടതിലും പകുതി മെലിഞ്ഞിട്ടുണ്ട് ഈ പെൺകുട്ടി. എന്ത് സങ്കടാണിത്. ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റുമോ? ആ കുട്ടിന്റെ മാനസികമായ പ്രശ്നം എന്തായിരിക്കും? ആ കുട്ടി ഇതെല്ലാം കാണുന്നില്ലേ? അതൊക്കെ ഇയാൾ മനസ്സിലാക്കണ്ടേ. ജീവനാംശം അല്ല കൊടുത്തത്. എന്ത് ജീവനാംശം? മൊഴിയല്ലല്ലോ ജീവനാംശം. തലയൊക്കെ അംഗീകരിക്കാതെ എങ്ങനെയാണ് ജീവനാംശം കൊടുക്കുക? ഇല്ല, അത് കുട്ടിന്റെ ചെലവിനാ. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. തലാക്ക് അംഗീകരിച്ചാലല്ലേ നമുക്കത് മെയിൻ്റനൻസിന് കൊടുക്കാൻ പറ്റുള്ളൂ.